പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണത്തിൽ ഞങ്ങളെ സലാമത്താക്കി തരണേ മഹാനവറുകളെ. എല്ലാ അപകടത്തിൽ നിന്നും യാത്ര, ഞങ്ങളെ വാഹനങ്ങളെയും യാത്രകളെയും കാക്കണേ മഹാനവറുകളെ. ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിൽ ഞങ്ങളുടെ പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്. ദുനിയവിയും മുഹറവിയുമായ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേ യാ വലിയല്ലാ, സലാമത്താക്കണേ യാ വലിയല്ലാ. ഞങ്ങളേറ്റെടുത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കേസുകളുണ്ടോ, പ്രശ്നങ്ങൾ, അതൊക്കെ ഇവിടുന്ന് അങ്ങ് പരിഹരിക്കണേ യാ വലിയല്ലാ. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആളുകളുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് അവരൊക്കെ ഇവിടുന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാനവറുകളെ, ഓർമ്മശക്തി നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കേൾക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു വലിയ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, ശ്രദ്ധിക്കുക, അല്ലാഹു കേൾക്കുന്നതുപോലെ ഏതെങ്കിലും ഒരു വലിയ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു കാണുന്നതുപോലെ ഏതെങ്കിലും ഒരു സൃഷ്ടി, ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു റസൂൽ കാണുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ സഹായിക്കുന്നതുപോലെ അല്ലാഹു അല്ലാത്തവർ സഹായിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ, അതോടുകൂടി അവൻ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു, മുശ്രിക്കായിരിക്കുന്നു, കാഫിറായിരിക്കുന്നു, മുർത്തദായിരിക്കുന്നു. മരണത്തിന് ശേഷം ശാശ്വതമായ നരകത്തിന് അർഹതയുള്ള പ്രവർത്തനമാണ് അവൻ ചെയ്തു വച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കേണ്ട കാര്യം ഇതാ. ഇവിടെ അടുത്ത് ജാറമുണ്ട്, മഖ്ബറയുണ്ട്. മണത്തലയിലെ ജാറം, അവിടെ അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ നടക്കുന്ന നേർച്ച പ്രസിദ്ധമാണ്. ഈ ജാറത്തിൽ കിടക്കുന്ന വലിയന് എന്റെ പ്രയാസങ്ങൾ കാണാൻ കഴിയുമെന്ന്, ആ പ്രയാസങ്ങളിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ആ വിശ്വാസമാണ് സഹോദരങ്ങളെ ശിർക്ക് എന്ന് പറയുന്നത്. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കടലിലെത്തിയാലെങ്കിലും അള്ളാഹുവിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യുന്നവരായിരുന്നു എങ്കിൽ, ഇന്നിതാ ആളുകൾ കരയിലാകട്ടെ, കടലിലാകട്ടെ, ഏതു സന്ദർഭത്തിലാകട്ടെ, വിമാനത്തിലാകട്ടെ, അള്ളാഹു അല്ലാത്തവരോട് തേടണം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം. ഇതാ സി എം മടവൂരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, വിമാനത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, മടവൂർ ഒന്ന് കണ്ണുപൂട്ടി കഴിഞ്ഞാൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന മുസ്ലിം സമൂഹം എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ, സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഗർത്തത്തിന്റെ വലുപ്പം എന്തുമാത്രം വലുതാണ്. റബ്ബിലേക്ക് മടക്കപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക അല്ലാഹുവിന്റെ റസൂലേ, ഇതാ എന്റെ മാർഗ്ഗം ഇസ്ലാം.